സുഹൃത്തുക്കളെ, നമുക്കിന്നൊരു സത്യം തുറന്നു പറഞ്ഞാലോ? നമ്മളിൽ ഭൂരിഭാഗം പേരും ഇന്ന് ജീവിക്കുന്നത് മറ്റൊരാളുടെ കണ്ണിലെ നല്ലവനാകാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് മുന്നിൽ ഷൈൻ ചെയ്യാനോ വേണ്ടിയല്ലേ? ലെറ്റ്സ് ബി ഹോണസ്റ്റ്. നമ്മളൊരു ഡ്രസ്സ് വാങ്ങുമ്പോൾ, ഒരു ഫോൺ എടുക്കുമ്പോൾ, എന്തിന് ഒരു യാത്ര പോകുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്. ഇത് കണ്ടാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഇതിന് എത്ര ലൈക്ക് കിട്ടും? ബട്ട് മൈ ക്വസ്റ്റ്യൻ ഈസ്, ഹു ആർ യു ട്രൈങ് ടു ഇംപ്രസ്? മറ്റൊരാളുടെ കയ്യടിക്ക് വേണ്ടി സ്വന്തം സമാധാനം വിറ്റഴിക്കുന്ന ഈ കച്ചവടം എപ്പോഴാണ് നിങ്ങൾ അവസാനിപ്പിക്കുക? യുവർ ലൈഫ് ഈസ് നോട്ട് എ സ്റ്റേജ് പെർഫോമൻസ് ഫോർ അതേഴ്സ് ടു ജഡ്ജ്. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ സോഷ്യൽ മീഡിയയാണ്. വി ആർ കൺസ്റ്റൻ്റ്ലി കമ്പയറിങ് അവർ റിയൽ ലൈഫ് വിത്ത് സംവൺസ് ഫിൽറ്റേർഡ് ലൈഫ്. ഒരാളുടെ ഇൻസ്റ്റഗ്രാം ഫോട്ടോ കണ്ട് അയാൾ എത്ര സന്തോഷവാനാണെന്ന് നിങ്ങൾ വിധിക്കുന്നു. ബട്ട് റിമെമ്പർ, പുറമേ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. ബിഹൈൻഡ് ദാറ്റ് പെർഫെക്റ്റ് സെൽഫി there might be a broken heart. Behind that luxury car there might be a huge debt. മറ്റൊരാളുടെ വിജയത്തിൻ്റെ തിളക്കം കണ്ട് നിങ്ങളുടെ ജീവിതം ഇരുട്ടിലാണെന്ന് കരുതരുത്. എവ്രി ഫ്ലവർ ബ്ലൂംസ് അറ്റ് ഇറ്റ്സ് ഓൺ ടൈം. സൂര്യകാന്തി പൂവ് സൂര്യനെ നോക്കി നിൽക്കുമ്പോൾ രാത്രിമുല്ല അതിൻ്റെ സുഗന്ധം പരത്താൻ ഇരുട്ട് വരുന്നതുവരെ കാത്തിരിക്കുന്നു. രണ്ടും മനോഹരമാണ്. സോ വൈ ആർ യു ഇൻ സച്ച് എ ഹറി ടു ബിക്കം സംവൺ എൽസ്? നിങ്ങളുടേതായ വസന്തം വരാനിരിക്കുന്നതേയുള്ളൂ. നമ്മുടെ സാഹിത്യത്തിൽ ഒരു വാക്കുണ്ട്, ആത്മബോധം അഥവാ സെൽഫ് അവെയർനെസ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. എനിക്ക് ശരിക്കും സന്തോഷം നൽകുന്നത് എന്താണ്? വാട്ട് ട്രൂലി മേക്സ് മീ ഹാപ്പി? ഞാൻ ഓടുന്നത് എൻ്റെ ലക്ഷ്യത്തിലേക്കാണോ അതോ മറ്റൊരാൾ തുടങ്ങി വെച്ച മത്സരത്തിലേക്കാണോ? ആം ഐ ബെറ്റർ ദാൻ ഹൂ ഐ വാസ് യെസ്റ്റർഡേ? ഈ ലോകത്ത് 800 കോടിയിലധികം മനുഷ്യരുണ്ട്. പക്ഷേ നിങ്ങളുടെ വിരൽ അടയാളം മറ്റൊരാളുടേതായും ചേരില്ല. സ്രഷ്ടാവ് നിങ്ങളെ ഒരു ഒറിജിനലായി സൃഷ്ടിച്ചപ്പോൾ എന്തിനാണ് നിങ്ങൾ മറ്റൊരാളുടെ കാർബൺ കോപ്പിയായി മാറാൻ ശ്രമിക്കുന്നത്? ഇനി മുതൽ ഒരു മാറ്റം വരുത്താം. പകരം വെക്കാനില്ലാത്ത നിങ്ങളിലെ പ്രതിഭയെ തിരിച്ചറിയുക. ചിലർ 25-ാം വയസ്സിൽ വിജയിക്കും, ചിലർ 50-ാം വയസ്സിൽ. രണ്ടും വിജയമാണ്. ടൈം ഈസ് റിലേറ്റീവ്. നിങ്ങളുടെ സമയം വരുമ്പോൾ അത് നിങ്ങളെ തേടിയെത്തും. അതുവരെ പരിശ്രമിക്കുക, സ്വയം സ്നേഹിക്കുക. പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടി. ഈ ലോകം നിങ്ങളെ നോക്കി കൈയടിച്ചില്ലെങ്കിലും കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ചിരിയൊക്കെ വരുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ വിജയം. ഈ വീഡിയോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഡോണ്ട് ജസ്റ്റ് എക്സിറ്റ്, സ്റ്റാർട്ട് ലൈവിങ്. താങ്ക് യു.